തിരുവനന്തപുരം കുന്നത്തുകാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ കല്ലറ ഇന്ന് പൊളിക്കും. മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കുന്നത്തുകാൽ സ്വദേശി സെലീനാമയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കമലേഷ് തന്നെയാണ് ആ വാർത്തയിലും വിവരങ്ങൾ നൽകാനുള്ളത്. കമലേഷ്, കേരളത്തിൽ അധികമൊന്നും വളരെയൊന്നും കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഇക്കാര്യത്തിൽ കുടുംബത്തിനുള്ള സംശയം എന്താണ്? അന്ന, ഈ തിരുവനന്തപുരം കുന്നത്തുകാലിലാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയെ കണ്ടെത്തിയത്. പിന്നീട് ഇത് സ്വാഭാവിക മരണം എന്നുള്ള നിലയിലേക്ക് തന്നെ ഇവരെ അടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇപ്പോഴാണ് ഈ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾക്ക് ഈ മരണത്തിൽ ചില സംശയങ്ങൾ രൂപപ്പെടുന്നത്. അതിന്റെ ഭാഗമായാണ് പരാതിയായി പോലീസിന് മുന്നിലെത്തുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കല്ലറ തുറന്നു പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. ഒറ്റയ്ക്കാണ് ഈ കുന്നത്തുകാൽ സ്വദേശിയായ സെലീനാമ താമസിച്ചിരുന്നത്. ഇവർ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ ഈ സംശയം വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇവർ ധരിച്ചിരുന്ന ആഭരണങ്ങളും അതുപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ആഭരണങ്ങളും മോഷണം പോയതായി ഈ ബന്ധുക്കൾ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം കുളിപ്പിക്കുന്ന ആളുകൾക്ക് ഈ മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഘട്ടത്തിൽ അവരത് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ മുറിവുകളെ സംബന്ധിച്ച് ഈ മൃതദേഹം കുളിപ്പിച്ച ആളുകളും പുറത്തു പറയാൻ തയ്യാറായതോടുകൂടിയാണ് ഇതിൽ ദുരൂഹത കുടുംബത്തിനും വരുന്നത്. അതുപോലെ തന്നെ ഈ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ ജില്ലാ കളക്ടറുടെ അനുമതി ഇപ്പോൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തഹസിൽദാരുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം ഈ കല്ലറ തുറന്ന് അവരുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസിന്റെ നീക്കം. അന്ന, ശരി. തിരുവനന്തപുരം കുന്നത്തുകാലിലാണ് ഈ സംഭവം. മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ മരണത്തിൽ സംശയം തോന്നി, കുടുംബത്തിനുള്ള സംശയം തോന്നി. ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി കല്ലറ ഇന്ന് പൊളിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. കുടുംബം മരണത്തിൽ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് ആ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.